Good afternoon. Good afternoon, teacher. How are you? I am fine. സുഖമായിട്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. Okay, teacher. കുറച്ചു പേരുള്ളല്ലോ എന്ന് വളരെ കുറവ് കേറുന്നുള്ളോ? ഇപ്പൊ എപ്പോഴും കുറവ് തന്നെയാണ് ഉണ്ടാവാറ് ടീച്ചർ. കുറവ് തന്നെയാണ് അല്ലേ? പ്രയർ ആരാ ചെയ്യുന്നേ? ഞാൻ പറയാം മിസ്. Oh Lord, we pray you may bless and fill our family with love, peace and prosperity. We also pray for joy, abundance and strength. We pray for great health and continued healing. Amen. തോട്ടുണ്ടോ? ആരെങ്കിലും തോട്ട് പറയുന്നുണ്ടോ? ആരും പറയുന്നില്ലെങ്കിൽ ഞാൻ പറയാം ടീച്ചർ. ആരെങ്കിലും പറയുമെന്ന് വെച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത്. ഉഷാന്റെ ഇല്ലെന്ന് അല്ലേ? ഉഷ കേറിയിട്ടില്ലേ? ഗീത പറഞ്ഞോളൂ, തോട്ട് പറഞ്ഞോളൂ. Okay, teacher. Good afternoon, everyone. I am Geeta Anup. I warmly invite respected Ashwati teacher, technical section, Rijo sir, and Raki ma'am, and all my dear friends. Welcome to today's thought. To succeed in life, you need two things, ignorance and confidence. By Mark Twain. Thank you. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തായിരുന്നു എല്ലാവരും? അസൈൻമെന്റ് നോ ടീച്ചർ, ഞാൻ ചെയ്തില്ല. ഞാൻ ഇന്നലെയാണ് കണ്ടത്. അന്ന് ലാസ്റ്റ് വീക്ക് ലീവ് ആയിരുന്നു. ഇന്നലെയാണ് ഫുൾ അസൈൻമെന്റ്. ഇന്ന് രാത്രി ചെയ്യും. ഓക്കെ. മറ്റെല്ലാവരും സബ്മിറ്റ് ചെയ്തോ അസൈൻമെന്റ്? ഞാൻ ചെയ്തില്ല മിസ്, ഇന്ന് ചെയ്യും. ഓക്കെ, എല്ലാവരും ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ നമ്മള് അടുത്ത ചാപ്റ്റർ യൂണിറ്റ് 3 ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് നിങ്ങൾ വായിക്കുക. ഓക്കെ, ഒരു 2-3 മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ട് മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. മൈൻഡിൽ റീഡ് ചെയ്യുക. വായിച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? യെസ് ടീച്ചർ. ഓക്കെ, അപ്പോ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്നാണ് ചാപ്റ്ററിന്റെ പേര് വരുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ പ്ലാൻ ചെയ്യാൻ വ്യക്തമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്ലാനിങ് പോവുക, ഒരു സ്കൂൾ എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് സ്കൂളിനെ കുറിച്ചിട്ടാണ്. ഏതൊരു സ്ഥാപനമായാലും, ഇപ്പൊ സ്കൂള് മാത്രമല്ല, ഏതൊരു സ്ഥാപനമായാലും പ്ലാനിങ് എന്നത് വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നതിന് പ്ലാനിങ് കൂടിയേ തീരുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂളിൻ്റെതായിട്ടുള്ള പ്ലാനിങ് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. Meaning and institutional planning. Institutional planning is a systematic way to the plan and program for the development of an institution. It is based on the principles of maximum application of the resources of the school and the community in which it exists. Improvement in the outcome of students, teaching learning methods, co-curricular activities, and professional development of teachers are the main objectives of institutional planning. A school system is surrounded with many activities which are diverse and often changing. Planning is the responsibility of the school head. Planning emphasizes reasoning in advance about the development of the school. Planning means getting things done. A successful planning specifies what work is to be done, why, when, how, and where it will be done, and who will be liable. ഓക്കെ, അതായത് ഒരു സ്ഥാപനത്തിന്റെ വികസനത്തിനായുള്ള ചിട്ടയായ മാർഗമാണ് പ്ലാനിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഏതൊരു സ്ഥാപനമാണെങ്കിലും എന്താണ്, അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്ലാനിംഗ് എന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ചായാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചായാലും കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താ പറയാ ഒരു സക്സസ് ഉണ്ടാവുക അല്ലെ. അപ്പോ നമ്മള് എല്ലാ കാര്യങ്ങളും ചിലപ്പോ പ്ലാൻ ചെയ്തിട്ടാവില്ല ചിലപ്പോ ചെയ്യുന്നത്. നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാകാം. ചിലപ്പോ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വരുന്നതായിരിക്കാം. എന്നാൽ അതിനൊരു പ്ലാൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചും പ്ലാനിങ് എന്ന് പറയുന്നത് അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു എന്താ പറയാ ചിട്ടയായിട്ടുള്ള ഒരു മെത്തേഡാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്കൂള് അത് നിലനിൽക്കുന്ന സ്കൂളിലുള്ള റിസോഴ്സസ്, അതിന്റെ ഉപയോഗം, പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ റിസൾട്ട് മെച്ചപ്പെടുത്തല്, പഠന രീതികൾ കൊണ്ടുവരല്, കോ-കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നിവയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ ആ സ്കൂളിന്റെ പ്ലാനിങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ആ സ്കൂളിന്റെ റിസോഴ്സസിനെ മാക്സിമം ഉപയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് മികച്ച രീതിയിലുള്ള റിസൾട്ട്, അവരുടെ റിസൾട്ടുകൾ മെച്ചപ്പെടുത്തുക. അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള പഠന രീതികൾ, അതായത് സ്റ്റഡി മെത്തേഡുകൾ, ലേണിംഗ് മെത്തേഡുകൾ കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ കോ-കരിക്കുലർ ആക്ടിവിറ്റീസ്, അതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ സമയത്തും ഒരേപോലെയുള്ള പ്ലാൻസ് ആയിരിക്കില്ല നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇപ്പോ നമ്മളൊരു സ്കൂളിൽ ടീച്ചറായി കയറി കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ ഒരേ രീതിയിലുള്ള പഠന മെത്തേഡാണോ, സ്റ്റഡി മെത്തേഡാണോ നമ്മൾ ഉപയോഗിക്കുക? എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡാണോ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള മെത്തേഡാണോ നിങ്ങൾ ഉപയോഗിക്കുക? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഡിഫറെന്റ് ആയിട്ടുള്ളത്, കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം അല്ലെ.
എപ്പോഴും ഒരേപോലുള്ള മെത്തേഡ് ആണെങ്കിൽ അത് കുട്ടികൾക്ക് ബോറാകും, ടീച്ചർക്കും ബോറാകുന്നതാണ്. മറിച്ച് നമ്മുടെ സൊസൈറ്റി എത്തരത്തിൽ മാറുന്നവോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ സ്റ്റഡി മെത്തേഡിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് എന്താണ് പുതിയ പുതിയ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോ ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ എന്താണ് വർഷാവർഷങ്ങളില് മാറ്റങ്ങൾ ചേഞ്ചസ് വരുത്താറുണ്ട് അല്ലെ. ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്, കുറെ അധികം മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഈ ചേഞ്ചസ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോടനുബന്ധിച്ച് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ എന്തെങ്കിലും ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടോ ഒക്കെ ആയിരിക്കും അന്നത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും എന്താണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത് ചേഞ്ചസിന് വിധേയമാകാറുണ്ട്. അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ സ്കൂളില് എന്ത് ചെയ്യാറുണ്ട്, പ്ലാനിങ്ങിൽ മാറ്റങ്ങൾ വരുത്താറുന്നത് കൂടി ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്, ഒരു സ്കൂളിന്റെ പ്ലാനിങ് ആരാണ് നടത്തേണ്ടത്? സ്കൂൾ ഹെഡ് ആണ്. ഓക്കെ, സ്കൂളിൽ ആരാണോ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ചുമതലയാണ് പ്ലാനിങ് നടത്തേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഈ ഒരു സ്കൂൾ ഹെഡ് ആയിരിക്കുന്ന വ്യക്തി സ്കൂളിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നതുകൂടി ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പോ പ്രധാനമായിട്ടും ഈ ഒരു പാരഗ്രാഫ് പറയുന്നത് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ്, സ്കൂളിന്റെ പ്ലാനിങ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. സ്കൂളിന് അതായത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സ്കൂൾ ഡെവലപ്മെന്റിലേക്ക് ആവുകയുള്ളൂ. അതുപോലെ തന്നെ പ്ലാനിങ്ങിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അവിടുത്തെ സ്കൂളിലുള്ള റിസോഴ്സസുകൾ മാക്സിമം ഉപയോഗിക്കുക. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്റ്റാഫുകളാവാം, അവിടെയുള്ള ഉപകരണങ്ങളാവാം, എക്യുപ്മെന്റ്സ് ആവാം, ഇതിനൊക്കെ നമുക്ക് റിസോഴ്സസ് എന്ന് പറയാം കേട്ടോ. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് നടപ്പിലാക്കുന്നത്, ഒരു സ്കൂളില് പ്ലാനിങ് നടപ്പിലാക്കുന്നത്. നമ്മളൊരു ഹോസ്പിറ്റൽ ആയാലും അല്ലെങ്കിൽ ഒരു സ്കൂൾ ആയാലും അവിടെയുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടല്ലേ നമ്മളൊരു ഹോസ്പിറ്റൽ ആകുമ്പോൾ പേഷ്യൻസിന് നമ്മൾ കെയർ കൊടുക്കുന്നു അല്ലെ. അവിടെയുള്ള ഡോക്ടേഴ്സ്, സ്റ്റാഫ്, എക്യുപ്മെന്റ് ഇതൊക്കെ വെച്ചിട്ടാണ് പേഷ്യന്റ് കെയർ നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ സ്കൂളിലുള്ള സ്റ്റാഫുകളെയും ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും അവിടെയുള്ള എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് കൊടുക്കുന്നത്, സ്റ്റുഡൻസിന് നമ്മൾ സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് ഉള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്കൂളില് അതായത് സ്റ്റുഡൻസിന്റെ മാക്സിമം റിസൾട്ട് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം. പിന്നെ പുതിയ പുതിയ ലേണിംഗ് മെത്തേഡ്സ് അഡാപ്റ്റ് ചെയ്യുക, കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ചേഞ്ചസ് കൊണ്ടുവരിക, ഇതൊക്കെയാണ് പ്ലാനിങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും എല്ലാ വർഷവും പ്ലാനിങ് ഒരേപോലെ ആയിരിക്കില്ല നടക്കുന്നത്. അതായത് നമ്മുടെ സ്കൂൾ പ്ലാനിങ്ങിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നമ്മുടെ സൊസൈറ്റി മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിലുള്ള ചേഞ്ചസിനനുസരിച്ചിട്ട് പ്ലാനിങ്ങിൽ വ്യത്യാസം വരാം. സ്കൂൾ ഹെഡ് ആണ് പ്ലാനിങ്ങിന്റെ ചുമതല, അല്ലെങ്കിൽ അവർക്കാണ് പ്ലാനിങ് നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി സ്കൂൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? Yes, teacher. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ആണ് ഞാൻ ഇപ്പൊ ഇവിടെ വായിച്ചത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ്, അതൊന്ന് വായിച്ചിട്ട് ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം. ഫാക്ടേഴ്സ് മാത്രം കേട്ടോ, 1 മുതൽ 5 വരെ ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം.
ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാണ് പ്ലാനിങ് നമ്മൾ രൂപപ്പെടുത്തുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് ആദ്യത്തേതാണ് വർക്ക് ഫാക്ടർ എന്ന് പറയും. വർക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇസ് ഇറ്റ് സിമ്പിൾ ഓർ കോംപ്ലക്സ്, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കൂൾ ആകുമ്പോൾ അവിടെ ധാരാളം ജോലികൾ ഉണ്ടാകും. ആ ജോലികൾ എന്ന് പറയുന്നത് ലളിതമാണോ, സിമ്പിൾ ആണോ, അല്ലെങ്കിൽ കോംപ്ലക്സ് ആണോ, സങ്കീർണമാണോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. അപ്പോ ഈ ജോലി എന്ന് പറയുന്നത് അത് വർക്ക് ഫാക്ടറുമായി ബന്ധപ്പെട്ടതാണ്. അത് എത്തരത്തിലുള്ളതാണെന്ന് ഉള്ളത് പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഓക്കെ, അതുപോലെ തന്നെ ടൈം, അതായത് സമയം എത്രയാണ്, അതായത് ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നത് എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ്, ആ സമയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടോ, റിപ്പറ്റീവ് ആയിട്ടാണോ, ആവർത്തനമായിട്ട് കാര്യങ്ങൾ വരുന്നുണ്ടോ, ഒരു ജോലി തന്നെ ഒരാൾ വീണ്ടും വീണ്ടും എടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ഫാക്ടറിലാണ് വരുന്നത്. ദെൻ രണ്ടാമത്തേതാണ് സ്റ്റാഫ് ഫാക്ടർ എന്ന് പറയുന്നത്. സ്റ്റാഫ് ഫാക്ടർ എന്ന് പറയുന്നത് സ്കിൽസ് ഓഫ് ടാലന്റ് ഓഫ് ദി സ്റ്റാഫ് റിക്വയർഡ്, അതായത് ഒരു സ്ഥാപനത്തിനെ സ്റ്റാഫുകൾക്ക് എത്തരത്തിലുള്ള ടാലന്റുകളാണുള്ളത്, എത്തരത്തിലുള്ള ടാലൻസ് അവർക്കുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ് സ്റ്റാഫ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ അവരുടെ ടീച്ചേഴ്സ് ഉണ്ടാവും, ഒരു സ്കൂൾ ആകുമ്പോൾ അപ്പൊ അവരെല്ലാം ടാലന്റഡ് ആണ്, അത്തരത്തില് കഴിവുള്ള ആളുകളാണ് അവിടെ ഉള്ളതെന്ന് അവര് മെഷർ ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ കോസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് യൂസ്ഫുൾനെസ് ടു ദ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ഓർ കമ്മ്യൂണിറ്റി, അതായത് ഒരു സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ പ്ലാനിങ് തയ്യാറാക്കുമ്പോൾ അത് അവിടുത്തെ സ്റ്റുഡൻസിന് ഉപയോഗപ്രദമാണോ, യൂസ്ഫുൾ ആണോ, അതുപോലെ തന്നെ അവിടെയുള്ള ടീച്ചേഴ്സിന് യൂസ്ഫുൾ ആണോ, കമ്മ്യൂണിറ്റിക്ക്, സമൂഹത്തിന് യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യങ്ങളും കൂടി നോക്കാറുണ്ട്. ദെൻ ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ അർജൻസി ഓഫ് ദ പ്ലാൻ ആണ്, അതായത് ആ പ്ലാനിന്റെ ആവശ്യകത എത്രത്തോളമാണ്, ഒരു സ്കൂളിൽ ഒരു പ്ലാനിങ് നടപ്പിലാക്കേണ്ട എമർജൻസി അത് എത്രത്തോളമാണെന്ന് നോക്കാറുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഈസ് എക്യുപ്മെന്റ് ഫാക്ടർ, അതായത് മെറ്റീരിയൽസ്, മെഷീൻസ് ആൻഡ് സ്പേസ്. ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു പ്ലാനിങ് നടത്തുമ്പോൾ അവിടെയുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, മെഷീൻസ് എന്തൊക്കെയാണ്, അവിടെ അതിനുള്ള സ്ഥലമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ, അതിനെയാണ് എക്യുപ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോ ഇത്തരത്തിലാണ്, അതായത് എന്തൊക്കെ ഫാക്ടർ ആണ് പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനകത്ത് വർക്ക് ഫാക്ടർ വരാം, അതുപോലെ സ്റ്റാഫ് ഫാക്ടർ വരാം, കോസ്റ്റ് ഫാക്ടർ വരാം, ദെൻ അതുപോലെ തന്നെ ടൈം ഫാക്ടർ വരാം, then last one is equipment factor. Okay, clear? Yes, teacher. Okay. Yes, miss. Okay, then അടുത്തത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇത് ഒരാളൊന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഗീത എനിക്ക് ഒന്ന് വായിക്കുക, എന്നിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കി. ഞാൻ മാത്രം പറഞ്ഞിട്ടുണ്ടെന്ന ബോറാവും. ഞാൻ തന്നെയല്ലേ ടീച്ചർ, എപ്പോഴും ടീച്ചർ ആരും പറയാത്തവരെ കൊണ്ട് വായിപ്പിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ആരും തയ്യാറായിട്ട് വരുന്നില്ല. ആരാണ് വായിക്കുക? ഗീതാനെ കുറിച്ച് ഒരാളൊന്ന് വായിച്ചേ. ഞാൻ വായിക്കട്ടെ മിസ്റ്റർ. ഫാത്തിമ. Financial assistant. Reliant upon the strength of the school, the teacher is entrusted with the work of fees collection. Even they accept the principal or the head of the institution, other teachers will not be given the work of salary disbursement of making financial decisions. Financial management emphasizes the aspects of school finance, budgeting, and accounting procedures. The control and management of school finance is the major responsibility of a school head. School finance is assigned to the money needed to pay staff, maintain the institution, and keep services going. Budget refers to a financial plan for a year. It includes the accepted revenue and expenditure for each year. Accounting refers to the record-keeping information about income and expenditure, showing the net loss or surplus. സ്കൂളിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് സ്കൂൾ ടീച്ചേഴ്സിനാണ് ഫീസ് കളക്ഷന്റെ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒഴിച്ച് ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ will not be given the work of അവർക്ക് സാലറി ഡിസ്ട്രിബ്യൂഷന്റെ വർക്ക്
അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാനുള്ള ജോലി അവരെ ഏൽപ്പിക്കുന്നില്ല. അത് എപ്പോഴും പ്രിൻസിപ്പളിനോ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനിലോ ആയിരിക്കും. എന്തായാലും ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി എപ്പോഴും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനായിരിക്കും. സ്കൂളിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്കൂളിന്റെ ഫിനാൻസ്, അതുപോലെ ബഡ്ജറ്റിങ്, അതുപോലെ അവിടുത്തെ അക്കൗണ്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതാണ് സ്കൂളിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്കൂൾ ഫിനാൻസിന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി, അതിന്റെ കൺട്രോളും മാനേജ്മെന്റും എല്ലാം സ്കൂൾ ഹെഡിന്റെ, പ്രിൻസിപ്പളിന്റെ ഡ്യൂട്ടി ആയിരിക്കും. സ്കൂൾ ഫിനാൻസ് മെയിൻ ആയിട്ട് അസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റാഫിന് പേയ്മെന്റ് കൊടുക്കാൻ, സാലറി കൊടുക്കാൻ, അതുപോലെ സ്കൂളിന്റെ സർവീസസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് കീപ്പ് ചെയ്യാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ ഫിനാൻസ് അസൈൻ ചെയ്തിരിക്കുന്നത്. സ്കൂൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള സ്കൂളിന് വേണ്ട ആവശ്യമുള്ള ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സിന്റെ ഒരു പ്ലാനിങ്ങിനാണ് സ്കൂൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് എത്രത്തോളം ഇൻകം ഉണ്ടാവും, എക്സ്പെക്റ്റഡ് റവന്യൂ എത്ര ആയിരിക്കും, അതുപോലെ തന്നെ ആ ഒരു വർഷത്തിൽ എത്രത്തോളം ചിലവുകൾ വരാനുണ്ട്, അതാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ചിലവ് എത്രത്തോളം വരാനുണ്ട്, അതും സ്കൂൾ ഫിനാൻസിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാല് ഇൻകത്തിനെ കുറിച്ചിട്ടും എക്സ്പെൻഡിച്ചറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നെറ്റ് ലോസ് ഓർ സർപ്ലസിനെ കുറിച്ചിട്ടുള്ള ഒരു റെക്കോർഡ് കീപ്പിങ്ങിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ആരാണ് പറഞ്ഞത്? ഫാത്തിമയാണോ? ഫാത്തിമ ഷമീർ അല്ലേ? അതെ മിസ്. ഫാത്തിമ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. എന്നാലും ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. അതായത് സ്കൂളിന്റെ ശക്തിയും അതുപോലെ തന്നെ അതിന്റെ ഘടനയും അനുസരിച്ച് ഫീസ് പിരിക്കുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാല് അധ്യാപകർക്കായിരിക്കും കൊടുക്കുക. പക്ഷെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ, മേധാവിയോ ഒഴികെ മറ്റ് ജീവനക്കാർക്ക് ശമ്പളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സാലറി ഡിസ്ട്രിബ്യൂഷനിലോ ഫിനാൻഷ്യൽ ഡിസിഷൻസിലോ അവരൊന്നും ഉൾപ്പെടുന്നില്ല. അപ്പോ എപ്പോഴും എന്താ പറയാ, നമ്മുടെ അധ്യാപകർക്കാണ് ഫീസ് പിരിക്കുന്നതിന്റെ ചുമതല കൊടുക്കുന്നുണ്ടെങ്കിലും പ്രിൻസിപ്പൽ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ, ഓണർ എന്നിവരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാല് ശമ്പള വിതരണത്തിലും സാലറി ഡിസ്ട്രിബ്യൂഷനിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇക്കണോമിക് ഡിസിഷനിലൊക്കെ, സാമ്പത്തിക തീരുമാനങ്ങളിലൊക്കെ മറ്റ് അധ്യാപകർ എന്ത് ചെയ്യുന്നില്ല, ഉൾക്കൊള്ളിക്കാറില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ സ്കൂളിന്റെ ഫിനാൻസ്, ബഡ്ജറ്റിംഗ്, അക്കൗണ്ടിംഗ് നടപടിക്രമങ്ങൾ ഫിനാൻസ് മാനേജ്മെന്റ് ഊന്നൽ നൽകുന്നു. അപ്പൊ വാട്ട് ഈസ് ഫിനാൻസ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്കൂളിന്റെ ഫിനാൻസ്, അതുപോലെ തന്നെ അതിന്റെ ബഡ്ജറ്റിംഗ്, അതുപോലെ അക്കൗണ്ടിങ്, പിന്നെ അതർ പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ത്, ഫൈനാൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കൂൾ ഫിനാൻസിന്റെ നിയന്ത്രണവും അതിന്റെ മാനേജ്മെന്റും സ്കൂൾ മേധാവിയുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോ ഒരു സ്കൂൾ ഹെഡ് എന്ന രീതിയിൽ എന്താണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്? അതായത് സ്കൂൾ ഫിനാൻസിന്റെ കൺട്രോൾ, അതുപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റ്, അതായത് ഒരു സ്കൂളിൽ നടക്കുന്ന എല്ലാ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ എന്ന് പറയല്ലോ, എല്ലാ ഫിനാൻഷ്യൽ പ്രൊസീജിയേഴ്സിന്റെയും കൺട്രോളും അതുപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്കൂൾ ഹെഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ജീവനക്കാർക്ക് ശമ്പളം നൽകാനും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ പരിപാലിക്കാനും സേവനങ്ങൾ തുടരാനും ആവശ്യമായ പണത്തിനാണ് സ്കൂൾ ഫിനാൻസ് നൽകുന്നത്. അപ്പോ പലതരത്തിലുള്ള സ്കൂളിലേക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാവുക അല്ലെ? എന്തൊക്കെയായിരിക്കും സ്കൂളിന്റെ മണി ചെലവഴിക്കുന്നതിനുള്ള മാർഗങ്ങൾ? എന്തൊക്കെയാണ് സ്കൂളിൽ മണി ആവശ്യമായിട്ട് വരുന്നത്? എക്സാം ഫീ വരുന്നുണ്ട്, പിന്നെ യൂണിഫോമിന്റെ ഒക്കെ വരുന്നുണ്ട്, പിന്നെ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ കൊണ്ടുപോകുമ്പോ അതിന്റെ ഫീസ് കളക്ട് ചെയ്യല്. പ്രധാനപ്പെട്ടത് സ്കൂളിലെ ജീവനക്കാരുടെ ശമ്പളമാണ്, സാലറിയാണ് അല്ലെ? ജീവനക്കാർക്ക് ശമ്പളം കൊടുത്താൽ മാത്രമാണ് അവർ എന്ത് ചെയ്യുക, സ്കൂളില് വർക്ക് ചെയ്യുക. അപ്പൊ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ സാലറീസ് ഓഫ് സ്റ്റാഫ് ആണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് എക്സാം ഫീ, ട്യൂഷൻ ഫീ, അങ്ങനെ കുറെ അധികം ഫീസുകളുണ്ട്, ടൂർ പോകുന്ന ഫീസുകള്. ഇത്
അങ്ങനെ ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പണം ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പോ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ എന്താണ് ഉച്ചക്കഞ്ഞി വിതരണം ഒക്കെ ഉണ്ട് അല്ലെ, അതായത് ഉച്ചയൂണ്, കഞ്ഞി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഉച്ചയൂണാണ് കൊടുക്കുന്നത്. അപ്പൊ അതിനൊക്കെ എന്ത് വേണം, പണം ആവശ്യമാണ്. അപ്പൊ ഒരു സ്കൂൾ ആവുമ്പോൾ ഒരു വീട് പോലെ തന്നെ, ഒരു വീട്ടിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, സ്കൂളിലും ആവശ്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. അതായത് പണം എന്ന് പറയുന്നത് ഫണ്ട്, സ്കൂൾ ഫണ്ട് എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. സ്കൂളിന്റെ എല്ലാ തരത്തിലുള്ള ചെലവുകൾക്ക്, അത് കുട്ടികളുടെ എക്സാം ഫീസ് മുതൽ കുട്ടികളുടെ ടൂർ പോകുന്ന കാര്യം വരെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കുട്ടികളെ ഇപ്പോ സ്റ്റഡി ടൂർ പോലുള്ള കാര്യങ്ങൾക്കായിട്ട് കൊണ്ടുപോകുന്നത്, അതിനൊക്കെ എന്ത് വേണം. അതുപോലെ ഒരു മീറ്റിംഗ്, ഒരു PTA മീറ്റിംഗ് നടത്തുമ്പോൾ നമ്മൾ സ്നാക്സും ടീയൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. അതിനൊക്കെ നമുക്ക് എന്ത് വേണം, ഫണ്ട് വേണം. അതുപോലെ ടീച്ചേഴ്സിന്റെ ഇടയിൽ സ്റ്റാഫ് റൂമിൽ നമ്മൾ ടീ ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഓവറോൾ എന്താണ് വേണ്ടത്, പണം വേണം. മണി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് നമുക്ക് പണം ആവശ്യമാണ്. ഇതിനെയാണ് സ്കൂൾ ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ ബഡ്ജറ്റ് നമ്മുടെ സ്കൂളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഒരു വർഷത്തെ സാമ്പത്തിക പദ്ധതിയെയാണ് ബഡ്ജറ്റ് സൂചിപ്പിക്കുന്നത്. അപ്പോ സ്കൂളുകൾ ഒരു വർഷത്തേക്കാണ് ബഡ്ജറ്റ് തയ്യാറാക്കുക കേട്ടോ. ഓരോ വർഷവും പ്രതീക്ഷിക്കുന്ന വരവും ചെലവും ഇതിൽ ഉൾപ്പെടുന്നു. അതായത് എക്സ്പെൻഡിച്ചർ ഉണ്ട്, റവന്യൂ ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും എന്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ബഡ്ജറ്റിൽ നമ്മൾ ഓൾമോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വർഷം സ്കൂളിന് ചെലവാകുന്ന തുക എത്രയാണ്, അതുപോലെ തന്നെ ഒരു വർഷം സ്കൂളിലേക്ക് വരുന്ന റവന്യൂ എത്രയാണ്. അപ്പോ സർക്കാർ ഗ്രാന്റുകളും മറ്റുമൊക്കെ സ്കൂളുകൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ എന്താണ്, അവരുടെ റവന്യൂ ആയിട്ടാണ്, സ്കൂളിൽ കൊടുക്കുന്ന റവന്യൂ ആയിട്ടാണ് കണക്കാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും, ഏതൊക്കെ കാര്യങ്ങളിൽ സ്കൂളിന് ചെലവ് വരാം, എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഏതൊക്കെയാണ് എക്സ്പെൻഡിച്ചർ സ്കൂളിന്റെ? സ്കൂൾ മെയിൻ്റെനൻസ് എക്സ്പെൻഡിച്ചർ ആണ് അല്ലെ. കെട്ടിട പരിപാലനം നമ്മൾ സ്കൂൾ മാനേജ്മെന്റിൽ പഠിച്ചതാണ് അല്ലെ. കെട്ടിട പരിപാലനം, പെയിന്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. പിന്നെ എന്താണ്, ഒന്ന് ഓർത്തു നോക്കി നിങ്ങള്. വാർഷിക ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്ക് ചെലവല്ലേ, സ്കൂൾ വാർഷികം. സാലറി എക്സ്പെൻഡിച്ചർ അല്ലേ, സാലറി ചെലവല്ലേ, ആണോ അല്ലയോ? അതെ. സാലറി എക്സ്പെൻഡിച്ചർ ആണ്, ചെലവാണ് സ്കൂളിന്റെ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ ചെലവ് വേറെ. പിന്നെ VIPs ഒക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ്, അതൊക്കെ ചെലവിൽ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, നമുക്ക് ചെലവാണെന്ന് പറയാൻ പറ്റും. പിന്നെ റവന്യൂവിലേക്ക് എന്തൊക്കെയാ വരുന്നത്, സ്കൂളിന്റെ റവന്യൂ, സർക്കാർ ഗ്രാന്റുകൾ റവന്യൂ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഫസ്റ്റ് ട്യൂഷൻ ഫീ വരും. ട്യൂഷൻ ഫീ വരും അല്ലെ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മള് ഇപ്പൊ ഓരോ ചില പ്രോഗ്രാംസിനൊക്കെ സ്പോർട്സിലും മറ്റു കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ചില സ്കൂളുകൾക്ക് ചില അച്ചീവ്മെന്റ്സ് കിട്ടാറുണ്ട്. അതൊക്കെ നമുക്ക് റവന്യൂവിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഓക്കെ, ക്യാഷ് ആയിട്ടും അല്ലെങ്കിൽ ട്രോഫി സമ്മാനങ്ങളായിട്ടൊക്കെ കിട്ടാറുണ്ട്. ഇതൊക്കെ നമുക്ക് റവന്യൂവില് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇത്തരത്തില് വരവും ഉണ്ട്, അതുപോലെ തന്നെ ചെലവും ഉണ്ട് അല്ലെ. എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ, ഇൻകം എന്ത് ഇതിനകത്തുണ്ട്, സ്കൂൾ ഫിനാൻസിൽ വരുന്നുണ്ട്, ഈ ബഡ്ജറ്റിംഗില് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നഷ്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് നെറ്റ് ലോസ് ഓർ സർപ്ലസ്. അതായത് നെറ്റ് ലോസ്, അതായത് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബഡ്ജറ്റിൽ കാണിക്കാറുണ്ട്. പിന്നെ അതുപോലെ മിച്ചം, ബാലൻസ്, അതായത് സർപ്ലസ് വാല്യൂ എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും നമുക്ക് മിച്ചങ്ങൾ, അതായത് നമ്മുടെ വരവും ചെലവൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ബാലൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തുക നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മിച്ച മൂല്യമായിട്ട് കാണാറുണ്ട്. സർപ്ലസ് വാല്യൂയിലേക്ക് നമ്മൾ അത് ചെയ്യാറുണ്ട്. ഇത്തരത്തില് വരവും ചെലവും ഒക്കെ അതിന്റെ റെക്കോർഡ് കീപ്പിംഗ് കൃത്യമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, സ്കൂളില് ചെയ്യാറുണ്ട്. സ്കൂൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഈ വിവരങ്ങൾ കാണിക്കാറുണ്ട്. ഓക്കെ, അതാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൽ പറയുന്നത് കേട്ടോ.
ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ റെക്കോർഡ് എവിടെ ഉണ്ടാവും? സ്കൂളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. ഓരോന്നിന്റെ ഞാൻ സ്കൂൾ മാനേജ്മെന്റ് എടുത്ത ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് കൊടുക്കുന്ന യൂണിഫോം, അവരുടെ നോട്ട് ബുക്ക്, അവർക്ക് കൊടുക്കുന്ന എല്ലാ സാധന സാമഗ്രികളുടെയും ലിസ്റ്റുകൾ നോട്ട് ബുക്കിൽ ടീച്ചർ എന്തായാലും എഴുതി വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും? ആനുവൽ ഡേക്ക് ഒക്കെ സ്കൂളിൽ അത് അവതരിപ്പിക്കണ്ടേ? അത് അവതരിപ്പിക്കണം. ശരിയാണ്, അത് അവതരിപ്പിക്കാറുണ്ട് നമ്മൾ. പക്ഷെ അതിനൊന്നും നിൽക്കാറില്ല. ചില സ്കൂളുകളിൽ പ്രോഗ്രാം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അല്ലെ ആദ്യമേ ഉണ്ടാവും അല്ലേ? പിന്നെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഹെഡ് മാസ്റ്റർ വന്നിട്ട് അവതരിപ്പിക്കും. ഓക്കെ, ഒരു വർഷത്തേക്കുള്ളതാണ് അവര് അവതരിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഏകദേശം ധാരണ കിട്ടിയോ എന്താണെന്ന്? മനസ്സിലായോ? ക്ലിയർ അല്ലേ? അടുത്തത് ഒരാൾ വായിക്കട്ടോ. സബി ഷമീർ വായിക്കൂ. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്കൂൾ ഹെഡ്. The financial responsibilities of the school head. The following are the major financial responsibilities of the school head: to prepare school financial policy or school budget, to supervise whether the allocations in the school budget are spent in according with the financial regulations and logistics, to collect earnings such as tuition fee, cautions, deposit, exam fees, uniform fees, and so on, to see whether records are carefully kept for all item 6 expenses, to see whether payments are made to teachers, staff, and others, to see whether a good system of accounting is correctly maintained in the school. So the teachers get the work of fees collections only. The fees are collected in the following heads. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഓരോ പോയിന്റും? ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്കൂൾ ഹെഡ്. സ്കൂൾ ഹെഡിന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. The following are the major financial responsibilities of the school head. അതിന്റെ മേജർ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഹെഡാണ് നോക്കുന്നത്. സ്കൂൾ ഹെഡാണ്. To prepare school financial policy or school budget. സ്കൂൾ ഫിനാൻഷ്യൽ പോളിസി അതുപോലെ തന്നെ സ്കൂളിന്റെ ബഡ്ജറ്റ് എല്ലാം തന്നെ പ്രിപ്പയർ ആയിരിക്കണം. To supervise whether the allocation in the school budget are spent in according with the financial regulations and logistics. എല്ലാം റെഗുലേഷൻ ആയിട്ട് തന്നെ ഫിനാൻഷ്യലിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് സ്കൂൾ ഹെഡ്. To collect earnings such as tuition fees, caution deposit, exam fee, uniform fees, and so on. എല്ലാം തന്നെ അത് ഏൺ ചെയ്ത് കളക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വവും സ്കൂൾ ഹെഡിനാണ് ഉള്ളത്. To see whether records are carefully kept for all items of expenses. ഒരുപാട് എക്സ്പെൻസസുകൾ കെയർഫുള്ളി സൂക്ഷ്മതയോട് കൂടി തന്നെ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. To see whether payment are made to teachers, staff, and others. ടീച്ചേഴ്സിൻ്റെതായാലും മറ്റ് സ്റ്റാഫുകളുടെ ആയാലും പേയ്മെന്റുകൾ കാണേണ്ടതായിട്ടുണ്ട്. To see whether a good system of accounting is correctly maintained in the school. സ്കൂളിന്റെ എല്ലാ അക്കൗണ്ടിങ് കാര്യങ്ങളും കറക്റ്റ്ലി നല്ല സിസ്റ്റത്തോടു കൂടി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. So the teachers get the work of fees collecting only. ടീച്ചേഴ്സിന്റെ വർക്കിനനുസരിച്ചിട്ടുള്ള ഫീസ് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. The fees are collected in the following heads. ഈ ഫീസുകളെല്ലാം തന്നെ കളക്ട് ചെയ്യേണ്ടതിന്റെ ഫോളോയിങ് ഹെഡ്സിനാണ് ഉള്ളത്. ഓക്കെ, അപ്പോ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്കൂൾ ഹെഡ്. ഒരു സ്കൂൾ ഹെഡിന്റെ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ചില പോയിന്റ്സ് ആണ് എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് കാണിക്കുന്നത്. ഫസ്റ്റ് വൺ, ടു പ്രിപ്പയർ സ്കൂൾ ഫിനാൻഷ്യൽ പോളിസി ഓർ സ്കൂൾ ബഡ്ജറ്റ്. ആദ്യം തന്നെ ഒരു സാമ്പത്തിക പോളിസി നയം, ഒരു സാമ്പത്തിക നയം അല്ലെങ്കിൽ സ്കൂൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? സ്കൂൾ ഹെഡിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ചോദ്യം വരാം, ആരാണ് ഒരു സ്കൂളിന്റെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ആരാണ്? സ്കൂൾ ഹെഡ്. സ്കൂൾ ഹെഡ് റെസ്പോൺസിബിൾ ഫോർ സ്കൂൾ ബഡ്ജറ്റ്.
ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് സ്കൂൾ ഹെഡ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ടു സൂപ്പർവൈസ് വെദർ ദ അലോക്കേഷൻ ഇൻ ദ സ്കൂൾ ബഡ്ജറ്റ് ആർ സ്പെൻഡ് ഇൻ അക്കോർഡ് വിത്ത് ദ ഫിനാൻഷ്യൽ റെഗുലേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്. അതായത് സ്കൂൾ ബഡ്ജറ്റിലെ വിഹിതം സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കും ലോജിസ്റ്റിക്സിനും അനുസൃതമാണോ എന്ന് പരിശോധിക്കാം. അതായത് ഇപ്പോ നമുക്കിപ്പോ ഒരു ബഡ്ജറ്റ് ഉണ്ടാവുള്ളൂ, ഒരു വിഹിതം ഉണ്ടാവുള്ളൂ. അതായത് ഓരോ മണിയും അല്ലെങ്കിൽ ഓരോ പൈസയും ചെലവാക്കുന്നതിന്റെ കണക്കുകൾ ഉണ്ടാവും അല്ലെ. അപ്പോ സ്കൂളിന്റെ നിയമങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ലോസ് ആൻഡ് പ്രൊസീജിയേഴ്സിനനുസരിച്ചിട്ടാണോ ഓരോ പൈസയും, 1 രൂപ പോലും നമ്മൾ ചെലവാക്കുന്നത് സ്കൂളിന്റെ നിയമങ്ങൾക്കനുസരിച്ചിട്ടാണോ? കൃത്യമായിട്ട് ഇപ്പൊ 1 രൂപയാണ് ട്യൂഷൻ ഫീ എങ്കിൽ അതിൽ കൂടുതൽ വാങ്ങിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ കുറവാണോ വാങ്ങിക്കുന്നത്, കൃത്യമായിട്ട് അത് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എല്ലാ കുട്ടികളും അത് തരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെക്ക് ചെയ്യുന്നത് എന്താണ്, സ്കൂൾ ഹെഡിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് വരുന്നത്. അപ്പോ നമുക്ക് കിട്ടുന്ന ഓരോ പൈസയും നിയമാനുസൃതമാണോ അല്ലെങ്കിൽ സ്കൂളിന്റെ ലോസ് ആൻഡ് റെഗുലേഷൻസിന് വിധേയമായിട്ടാണോ നടക്കുന്നതെന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? സ്കൂൾ ഹെഡ് ആണ്. അതാണ് രണ്ടാമത്തെ. ഓക്കെ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, to collect earnings such as tuition fees, caution deposit, exam fee, uniform fee and so on. അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ്, caution deposit, പരീക്ഷ ഫീസ്, യൂണിഫോം ഫീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നത് ആരുടെ മേൽനോട്ടത്തിലാണ്? സ്കൂൾ ഹെഡിന്റെ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. Then നാലാമത്തെ പോയിന്റ്, to see whether records are carefully kept for all items of expense, to see whether payments are made to teachers, staff and others, to see whether a good system of accounting is correctly maintained in the school. അതായത് ഇത്തരത്തിൽ, അതായത് ചെലവുകളുടെ കണക്കുകള്, അതിന്റെ റെക്കോർഡുകള് കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് സ്കൂൾ ഹെഡ് ആണ്. ഓക്കെ. ഏതൊക്കെ ചെലവുകളാണ് നടന്നിട്ടുള്ളത് അതിന്റെ ഒരു റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എക്സ്പെൻഡിച്ചറിന്റെ റെക്കോർഡ് ഉണ്ടാവും, അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ ടീച്ചേഴ്സിന് കൊടുക്കുന്ന സാലറിയുടെ വിവരങ്ങള്, അതുപോലെ മറ്റ് സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന സാലറിയുടെ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കേണ്ടത് സ്കൂൾ ഹെഡ് ആണ്. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള രേഖകൾ സൂക്ഷിച്ചു വെക്കേണ്ടത് സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ. ഇപ്പൊ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫീസ് കളക്ട് ചെയ്യാൻ മാത്രമാണ് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓക്കെ. അത് ഈ സ്കൂൾ ഹെഡിന്റെ സൂപ്പർവിഷനിലാണ് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലാണ് ടീച്ചർമാർ എന്ത് ചെയ്യുന്നത്, കുട്ടികളിൽ നിന്നും ഫീ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ. അടുത്തതാണ് ഓപ്പണിംഗ് ഫീസ്. അപ്പൊ നമ്മളിപ്പോ ഫീസ് കളക്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലേ, അതൊക്കെ നമ്മുടെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്, നമ്മുടെ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ. അപ്പോ ഈ ഇതിനകത്ത് വരുന്ന പല ഫീസുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ആ ഫീസുകൾ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓപ്പണിംഗ് ഫീസ് ആണ്. ഇൻ ദിസ് സ്പെഷ്യൽ ഫീസ്, ലൈബ്രറി ഫീസ്, അഡ്മിഷൻ ഫീ, books and notebook fee and other fee which are collected in the starting of the educational year will be constituted. അതായത് ഒരു എഡ്യൂക്കേഷൻ, ഒരു അക്കാദമിക് ഇയർ തുടങ്ങുമ്പോൾ തന്നെ എന്താണ്, ലൈബ്രറി ഫീസ് ആയിട്ടും സ്പെഷ്യൽ ഫീസ് ആയിട്ടും അഡ്മിഷൻ ഫീസ് ആയിട്ടും ബുക്കുകളുടെയും നോട്ട് ബുക്കുകളുടെയും ഫീസ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റുഡൻസിന്റെ എമൗണ്ട് കളക്ട് ചെയ്യാറുണ്ട്. ഇത്തരം ഫീസുകളെ ഓപ്പണിംഗ് ഫീസ് എന്ന് പറയാം. അപ്പൊ ഏതൊക്കെയാണ് ഓപ്പണിംഗ് ഫീസിൽ വരുന്നതെന്ന് വെച്ചാല് എന്താണ്, ലൈബ്രറി ഫീസ് വരാം, സ്പെഷ്യൽ ഫീസ് വരാം, അതുപോലെ അഡ്മിഷൻ ഫീസ് വരാം, അതുപോലെ തന്നെ ബുക്സ് ആൻഡ് നോട്ട്ബുക്ക് ഫീസ്, പിന്നെ മറ്റ് ചില ഫീസുകളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഇത് കളക്ട് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ ഇയറിന്റെ തുടക്കത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഓപ്പണിംഗ് ഫീസ് കളക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാറുണ്ടോ ഫീസ്, ഓപ്പണിംഗ് ഫീസ്? ഇത് മിസ്, സ്കൂള് എന്റെ മോളെ LKG ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫീസ് നല്ലൊരു എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അല്ലേ, അതവര് കുറെ നമ്മളധികം ശ്രദ്ധിക്കുമോ, ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കാറുണ്ടോ? അവർ എഴുതി കൂട്ടുന്നത് നമ്മുടെ ഈ ഒരു സ്ലിപ്പ് തരില്ലേ, കുറെ അധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും അതിനകത്ത്. അത് അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലുണ്ട് ട്യൂഷൻ ഫീ ഒക്കെ അഡീഷണൽ കൊടുക്കുന്നുണ്ട്, പക്ഷെ ട്യൂഷൻ ഒന്നും കാണുന്നില്ല കേട്ടോ സ്കൂളിൽ. കാണുന്നില്ല അല്ലെ. അപ്പൊ ഇത്തരത്തില്, അതായത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ അതിനകത്ത് ഉണ്ടാകും. തുടങ്ങുമ്പോൾ തന്നെ കുട്ടികളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് ഓപ്പണിംഗ് ഫീസ് എന്ന് പറയുന്നത് കേട്ടോ.
then അടുത്തത് ട്യൂഷൻ ഫീ ആണ് or monthly fees എന്ന് പറയും അതിനെ. This is not for the tuition she is taken out of the school hours. This is only the general monthly fees from which salary is paid. In some schools they are receiving it as term fees. അതായത് ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് കുട്ടികള് ട്യൂഷൻ പോലെ ടീച്ചേഴ്സ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത്, മറിച്ച് ഇത് ജനറൽ ആയിട്ട് ചില സ്കൂളുകൾ മന്ത്ലി പേയ്മെന്റ് ആയിട്ട് മേടിക്കാറുണ്ട്. എന്താ പറയാ, ടീച്ചേഴ്സിന് സാലറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ചില സ്കൂളുകളാണെങ്കിൽ ഇതിനെ ടേം ഫീസ് ആയിട്ട് റിസീവ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ട്യൂഷൻ ഫീസ് പോകുന്നത് എന്തിനാണ്? മെജോറിറ്റിയും ടീച്ചേഴ്സിന്റെ സാലറിയിലേക്കാണ് ഈ തുക പോകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഈവനിങ് ക്ലാസ് ഒക്കെ ഉണ്ടാവാറുണ്ട് തോന്നുന്നു, അതായിരിക്കും തോന്നുന്നുണ്ട്. ഈ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ഈവനിങ് ക്ലാസ് ഉണ്ടാവാറുണ്ട്. ഈവനിങ് ക്ലാസ് ഉണ്ടാവാറുണ്ട്. റെമഡിയൽ ക്ലാസ്. അതെ അതെ, ഈവനിങ് ക്ലാസ് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ ടീച്ചർ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് നമ്മൾ അവിടെ കൊടുക്കുന്ന ആ പൈസക്ക് തന്നെയാണ്, അല്ലാതെ വേറെ ട്യൂഷൻ ഒന്നും അവര് പ്രൊവൈഡ് ചെയ്യില്ല. ഇല്ല, വേറെ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊന്നും കൊടുക്കണ്ട. പക്ഷെ ടീച്ചേഴ്സിന്റെ സാലറിയിലേക്ക് പോകുന്നതാണെന്നാണ് ഈ ഫീസ് പറയുന്നത് കേട്ടോ. ട്യൂഷൻ ഫീ ആയിട്ട് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫീസ് സാലറിയിലേക്കാണ് പോകുന്നതെന്ന് ഇവിടെ പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, എന്തെങ്കിലും പറയാനുണ്ടോ? The next one is exam fees ആണ്. To meet the question paper, printing cost and answer paper, thread and other needs, many of the school collected these fees are called exam fees. In total for all the exam together or separately for quarterly, half yearly and annual. ഇത് നിങ്ങൾക്ക് അറിയാലോ എന്താണ് എക്സാം ഫീസ് എന്ന് പറയുന്നത്. എന്താണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എക്സാം ഫീസ് മേടിക്കുന്നത്? എക്സാംസിന്റെ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട്, അതായത് പ്രിന്റിങ്, അതുപോലെ പ്രിന്റിങ്ങിനായിട്ടുള്ള എമൗണ്ടിന് വേണ്ടിയിട്ട്, പിന്നെ ആൻസർ പേപ്പർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ത്രെഡ് ആൻഡ് അതർ നീഡ്സ്. അതുപോലെ തന്നെ പരീക്ഷയിൽ നമ്മൾക്കറിയാം നൂല് കൊണ്ടാണല്ലോ പേപ്പർ കിട്ടുന്നത്, അപ്പോ അതിന്റെ ചെലവിന് വേണ്ടിയിട്ട്. അപ്പോ എന്താണ്, ഇത്തരത്തിലുള്ള ഫീസുകളെ ആണ് എക്സാം ഫീസ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ചില സ്കൂളുകള് സെപ്പറേറ്റ് ആയിട്ട്, ചില സ്കൂളുകൾ ഒരുമിച്ച് വാങ്ങിക്കാറുണ്ട്. ഇനി ചില സ്കൂളുകളാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിക്കാറ്. അത് ക്വാർട്ടർലി എക്സാമിന് വേണ്ടിയിട്ട് വാങ്ങിക്കും, ഹാഫ് ഇയർലി വേണ്ടി വാങ്ങിക്കും, അതുപോലെ ആനുവൽ ആ ടൈം ആയിട്ട്. ഇപ്പൊ എയ്ഡഡ് സ്കൂളിലും സർക്കാർ സ്കൂളിലൊക്കെ എനിക്ക് തോന്നുന്നു, എയ്ഡഡ് സ്കൂളിലാണെന്ന് തോന്നുന്നു, അങ്ങനെ ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ആനുവലിയാണ് മേടിക്കുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ എങ്ങനെയാണ് അവര് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു മിസ്സേ, ആ ഓപ്പണിംഗ് ഫീസ് പറഞ്ഞതില് എന്റെ മോളുടെ സ്കൂളിലെ എക്സാം ഫീസ് ഒക്കെ ആ ഓപ്പണിംഗ് ഫീസിൽ തന്നെ കളക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അല്ലാതെ സെപ്പറേറ്റ് എക്സാം ഫീസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. എയ്ഡഡ് സ്കൂൾ, എന്റെ മോന്റെ സ്കൂളിലൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിക്കുന്നത്. ഇപ്പൊ ക്വാർട്ടർലി എക്സാം നടക്കുമ്പോൾ അതിനുള്ള ഫീസ് വാങ്ങും, എല്ലാത്തിനും ഉള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റിങ്, ആൻസർ ഷീറ്റ്, ത്രെഡ് വർക്ക്, അതിന്റെ മോള് പഠിക്കുന്നത് CBSE സ്കൂളിലായിരുന്നു. അപ്പൊ അവിടെ ഈ ഓപ്പണിംഗ് ഫീസില് തന്നെ എല്ലാ ഫീസും, ഈ ഇപ്പം സ്പോർട്സ് ഫീസ് അങ്ങനത്തെ ഫീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫസ്റ്റില് തന്നെ വാങ്ങിച്ചു. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും നമ്മൾ അഡീഷണലി ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ അവരുടെ സ്കൂളിൽ സ്കേറ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം അതിന് സെപ്പറേറ്റ് ഫീസ് കൊടുക്കണം, ഇല്ലാണ്ട് ഈ എക്സാം ഫീസ് ഒക്കെ അതിൽ പെടുമായിരുന്നു. നമ്മളുടേത് ടേം ഫീയുടെ കൂടെയാണ് കൂട്ടുന്നത്. ഏത് മാസത്തിലാണോ എക്സാം വരുന്നത് ആ ടേം ആകുമ്പോൾ അതിന്റെ കൂടെയാണ് എക്സാം ഫീ ആഡ് ചെയ്യുന്നത്. ഓരോ ടേമും ഡിഫറെന്റ് ഫീ ആണ്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. നെക്സ്റ്റ് വൺ ആണ് യൂണിഫോം ഫീ. ഒരാൾ വായിക്കാട്ടോ, ഒരാൾ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം യൂണിഫോം ഫീ എന്താണെന്ന്. ഓക്കെ മിസ്, ഞാൻ വായിക്കാം. Generally, it will be collected in the starting itself. In some schools, they collect it later, July. Though this is collected once a year, teachers should be very careful. If it is paid in installment or calculated separately for the belt, separately for the shoes and so on. Generally, നമ്മൾ കളക്ട് ചെയ്യുന്നത് ഒരു അക്കാദമിക് ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും. ചില സ്കൂളിൽ അത് കളക്ട് ചെയ്യുന്നത് ജൂലൈ ആ മന്ത്സിലൊക്കെ ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് വൺസ് ഇൻ എ ഇയറിൽ കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. അതൊരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചിലപ്പം ഇഫ്
it is paid installments or calculated separately for the belt, separately for the shoes and so on. അതായത് പിന്നെ അതുപോലെ ബെൽറ്റ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ മനസ്സിലായല്ലോ. അതായത് യൂണിഫോം ഫീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ചില സ്കൂളുകൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് മേടിക്കും. അതിൽ ചില സ്കൂളുകളാണെങ്കിൽ കുറച്ച് വൈകി ജൂലൈയിലായിരിക്കും മേടിക്കുക. പിന്നെ ഒരു പ്രാവശ്യമാണ് അത് കളക്ട് ചെയ്യുക. ഇത് കളക്ട് ചെയ്യുമ്പോൾ ടീച്ചർ വളരെ കെയർഫുൾ ആകണം. ഇതിന്റെ വിവരങ്ങള് ഒക്കെ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബെൽറ്റിനും അതുപോലെ ഷൂസിനൊക്കെ സെപ്പറേറ്റ്ലി ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, കാൽക്കുലേറ്റ് ചെയ്ത് വാങ്ങിക്കാറുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതാണ് യൂണിഫോം ഫീ. അപ്പൊ ഇത്തരത്തില് എത്ര ടൈപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഫീസ് നമ്മൾ നോക്കിയത്? ഓപ്പൺ ഫീസ് ഉണ്ട്, ട്യൂഷൻ ഫീ ഉണ്ട്, എക്സാം ഫീ ഉണ്ട്, ദെൻ യൂണിഫോം ഫീ ഉണ്ട്. എത്ര തരത്തിലുള്ള ഫീസ് നമ്മൾ കണ്ടു? ഇപ്പോ Four types അല്ലെ? 4 types ഓഫ് ഫീസ് ആണ് ഇവിടെ കണ്ടത്. അപ്പൊ അത് ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെ ഫീസിൽ ഉൾപ്പെടാം, എന്തൊക്കെ കാര്യങ്ങളെന്ന് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് നോട്ട് ചെയ്യുക. then അടുത്തതാണ് ടൂർ ഫങ്ഷൻസ് ആൻഡ് പ്രോഗ്രാംസ് ഫീസ്. These are not a fixed fees. According to the management, the teacher acts in this way. In some schools that do not conduct any tours at all, tours will be of 4 types. അതായത് ടൂർ ഫംഗ്ഷൻ ആൻഡ് പ്രോഗ്രാം ഫീസ്. അതായത് ടൂറിന് വേണ്ടിയിട്ടും ചില ഫംഗ്ഷൻസിനും പ്രോഗ്രാംസിനും കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഫീസ് കുട്ടികളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാറുണ്ട്. അപ്പോ ഇത്തരം ഫീസുകൾ എന്ന് പറയുന്നത് ടൂർ ഫംഗ്ഷൻ ആൻഡ് പ്രോഗ്രാം ഫീസ് എന്ന് പറയുന്നത് ദിസ് ആർ നോട്ട് ഫിക്സഡ് ഫീസ്. ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഫീസ് അല്ല. കാരണം എല്ലാ സ്കൂളും എന്ത് ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ള ഫീസുകൾ കളക്ട് ചെയ്യുന്നില്ല, നിർബന്ധമില്ല. മറ്റേ നമ്മൾ എക്സാം ഫീസും യൂണിഫോം ഫീസ് ട്യൂഷൻ ഫീസ് ഒക്കെ കണ്ട പോലെ എന്ത് ചെയ്യുന്നില്ല, ഇതിനകത്ത് ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഫീസ് അല്ല, നിർബന്ധമില്ല. അത് ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവര് ഇത്തരത്തിലുള്ള ഫീസുകൾ കളക്ട് ചെയ്യുന്നത്. അപ്പോ എന്താ പറയാ, ഇതിനകത്ത് പറയുന്നുണ്ട് എല്ലാ സ്കൂളുകളും ടൂറുകൾ നടത്തണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ടൂറുകൾ നടത്താത്ത സ്കൂളുകള് ഇത് കളക്ട് ചെയ്യുന്നതിനും യാതൊരു നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ടൂറുകൾ 4 തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ ടൂറുകളും നോക്കാം. ഫസ്റ്റ് വൺ, ജനറൽ ടൂർ ഓർ ലോങ് ടൂർ. It's for a long place arranged by the correspondent. Entire school is expected to participate once a year. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? ഒരു ലോങ് പ്ലേസിലേക്ക്, ദൂരേക്ക്, അതായത് ഇപ്പൊ നമ്മുടെ സ്ഥലം വിട്ട്, നമ്മുടെ ജില്ല വിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് നമ്മൾ ദൂരേക്ക് ഒരു സ്ഥലത്തേക്ക് ടൂർ പോകുന്നതിനെയാണ് ജനറൽ ടൂർ അല്ലെങ്കിൽ ലോങ് ടൂർ എന്ന് പറയുന്നത്. സ്കൂളാണ് എന്ത് ചെയ്യുന്നത്, ഇത് നടത്തുന്നത്. അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളും നടത്തുന്ന സ്കൂളുകളാണെങ്കിൽ, ടൂർ കൊണ്ടുപോകുന്ന സ്കൂളാണെങ്കിൽ എല്ലാ വർഷവും ഒരു തവണയെങ്കിലും കുട്ടികളെ ഇത്തരത്തിൽ ടൂറുകളിൽ പങ്കെടുപ്പിക്കാറുണ്ട്. നിങ്ങൾ ടൂർ പോയിട്ടുണ്ടോ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ? പോയിട്ടുണ്ട് അല്ലെ? എവിടേക്കാണ് പോയിട്ടുള്ളത്? പോയിട്ടുണ്ട്. ഊട്ടി, മൈസൂർ. ഊട്ടി, മൈസൂർ അല്ലെ? അത് ഓർക്കുമ്പോ ഇപ്പൊ എന്ത് തോന്നുന്നു? മിസ് ചെയ്യുന്നു അല്ലേ? ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ ആ ഒരു കാലഘട്ടം. ഇനി നമുക്കത് തിരിച്ചു കിട്ടില്ല അല്ലെ? ഡെഫിനറ്റ്ലി. ഇനി ടീച്ചർ ആകുമ്പോ എല്ലാവർക്കും വീണ്ടും ഒന്നുകൂടി പോകാം. പണ്ട് സ്റ്റുഡന്റ് ആയിട്ടാ പോയിട്ടുണ്ടെങ്കിൽ ഇനി ടീച്ചറായിട്ട് പോകാം എല്ലാവർക്കും ടൂർ. അത് നല്ലൊരു കാര്യമാണ്. പണ്ട് ടീച്ചറായിട്ട് പോവാ അല്ലെ? ഓക്കെ, ദൂരേക്ക് തന്നെയാണോ നിങ്ങൾ എല്ലാവരും പോയിട്ടുള്ളത്? ദൂര സ്ഥലങ്ങളിലേക്കാണോ പോയിട്ടുള്ളത്? അതെ. എന്നെ മുതൽ 9th വരെ ട്രിപ്പിന് വിട്ടിട്ടില്ല. ലാസ്റ്റ് 10th വിട്ടു. അത് 3 day ട്രിപ്പ് ആയിരുന്നു. മൈസൂര് വരെ വിട്ടു. 9th വരെ ചോദിക്കുമ്പോ 9th വരെ ഞങ്ങളുടെ സ്കൂളിൽ 1 day ട്രിപ്പാ വിട്ടിരുന്നത്. പക്ഷെ അതിനൊന്നും സമ്മതിച്ചില്ല. ലാസ്റ്റ് 10th കഴിയും കാലം കുറച്ച് സംഭവിച്ചു. അപ്പോ അടുത്ത ക്ലാസ്സില് നിങ്ങളുടെ ടൂറിന്റെ ഒരു എക്സ്പീരിയൻസ് എഴുതിക്കൊണ്ടുവരാം കേട്ടോ. നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ പോയ സ്ഥലത്തെ കുറിച്ച്, അവിടെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച്
എത്രത്തോളം നിങ്ങൾക്ക് സന്തോഷം അത് തന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിക്കൊണ്ടുവരിക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. നല്ലതല്ലേ എല്ലാവരുടെ അനുഭവങ്ങൾ കേൾക്കുന്നത്, അല്ലേ? ഓരോരുത്തരും ഓരോരു പോയിട്ടുള്ള സ്ഥലത്തെ കുറിച്ചും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും, ഇപ്പൊ 3 ദിവസത്തെ ട്രിപ്പ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെയാണ് പുതിയ അനുഭവങ്ങൾ, പുതിയ അറിവുകൾ എന്തൊക്കെയാണ് കിട്ടിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത്. പിന്നെ കുറേയധികം ചിലപ്പോ ഫ്രണ്ട്സിനെയൊക്കെ നമ്മള് കൂടുതലായിട്ട്, അതായത് അവരെ കൂടുതലായിട്ട് അറിയാനും അവരുടെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചേരാനും അല്ലെങ്കിൽ അവരോട് ഒരുമിച്ചിരിക്കാനുമുള്ള സമയം നമുക്ക് ആ ഒരു സമയത്തായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പുതിയ പുതിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ കിട്ടിയിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ടൂറിനെ ജനറൽ ടൂർ അല്ലെങ്കിൽ ലോങ് ടൂർ എന്ന് പറയുന്നു. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ദൂര സ്ഥലത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ടു പോകുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വിട്ടു പോകുന്നു. അപ്പൊ ഇത്തരത്തില് പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റേ ചെയ്യുന്നു. ഇതൊക്കെ എന്തിനു ഉദാഹരണമായിട്ട് വരുന്ന ടൂറാണ്? ജനറൽ ടൂർ അല്ലെങ്കിൽ ലോങ് ടൂർ ആണ്. ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമാണ് സ്കൂൾ ഇത് നടത്തുക കേട്ടോ. ഓക്കെ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, വർഷത്തിൽ ഒരു തവണ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, Okay. ഓക്കെ, Okay, thank you, Miss. Thank you, Miss. ഓക്കെ, താങ്ക് യു. Thank you, Miss. താങ്ക് യു.